കുറച്ച് ദിവസമായിട്ട് നമ്മൾ നിർത്തിവെച്ച വിഷയം തന്നെ ഇന്നെടുക്കാം. എമ്പുരാൻ. എമ്പുരാനേ. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർത്ത് വിജയകരമായി മുന്നേറുന്നതിനിടയിലാണ് ഇടയ്ക്കൊരു ബ്രേക്ക് പോലെ 10-ാം തീയതി 2-3 ചിത്രങ്ങൾ റിലീസായി. സ്വാഭാവികമായിട്ട് 2-3 പുതിയ ചിത്രങ്ങൾ റിലീസാകുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകും. പക്ഷേ എമ്പുരാനെ സംബന്ധിച്ച് യാതൊന്നും ഇതില്ല. കളക്ഷന് ചെറിയ ഇടിവ് നേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. തിയേറ്ററല്ല അതുപോലെ തന്നെ നിലനിർത്താൻ എമ്പുരാന് കഴിഞ്ഞു. 200 പരം തിയേറ്റർ എമ്പുരാൻ്റേതായ തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെല്ലാം തന്നെ ഷോ നടക്കുകയും സാമാന്യം മികച്ച രീതിയിൽ തന്നെ ആളുകൾ കയറുകയും ചെയ്തു. പുതിയ സിനിമ വന്നതിന് ശേഷം എമ്പുരാൻ്റെ കളക്ഷന് ചെറിയ ഇടിവ് നേരിട്ടു. പുതിയ സിനിമ ഇറങ്ങിയതിന് ശേഷം എമ്പുരാൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് 35 ലക്ഷം, 39 ലക്ഷം, 40 ലക്ഷം, 41 ലക്ഷം. അതുപോലെ ഇന്നലെ എമ്പുരാൻ്റെ കളക്ഷനിൽ ഒരു വൻ വർധനമുണ്ടായത്. 50 ലക്ഷത്തിന് മുകളിൽ എമ്പുരാൻ കളക്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പല തിയേറ്ററുകളിലും 10-ാം തീയതി ഇറങ്ങിയ വിഷയചിത്രങ്ങളിൽ പലതും എല്ലാ ചിത്രങ്ങളും പൊതുവെ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയത്. ബഫൂക്ക മാത്രമല്ല, ജിംഖാന ആയാലും മരണമാസായാലും എല്ലാം സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയത്. ഒന്നും സൂപ്പർ മെഗാഹിറ്റിലേക്ക് പോകുന്ന രീതിയിലേക്ക് വരുന്നില്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിലാണ് ആലപ്പുഴ ജിംഖാന എന്ന ചിത്രം വൻ കളക്ഷനിലേക്ക് നീങ്ങുന്നത്. പ്രത്യേകിച്ച് അവധി ദിവസം, പിന്നെ വിഷു റിലീഫ്. പക്ഷേ ഇന്ന് എല്ലാ ചിത്രങ്ങളിലും ഒരു മന്ദിത കാണുന്നുണ്ട്. പക്ഷെ അത് അനുകൂലമായി വരുന്നത് നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിലാണ്. എമ്പുരാൻ്റെ കളക്ഷൻ കൂടുന്നു, മറ്റുള്ള ചിത്രങ്ങൾക്കെല്ലാം കളക്ഷൻ കുറയുന്നു. ഈ തരംഗത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജിംഖാനയും മരണമാസവും ഒക്കെ സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള കളക്ഷൻ. പക്ഷേ ബഫൂക്ക, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്കത് പറയാൻ വിഷമമുണ്ട്, കളക്ഷൻ ഇന്നലത്തേക്കാളിലും ഇന്ന് താഴോട്ടാണ് അവസ്ഥ. എന്താണ് ഈ ചിത്രത്തിൻ്റെ അവസ്ഥയെന്ന് നമുക്ക് പറയില്ല. കാരണം നാളെയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവധി ദിവസം കഴിഞ്ഞ് നാളെ വർക്കിംഗ് ഡേ ആണ്. ഒരുപക്ഷെ വളരെ ശോകമായ അവസ്ഥയിൽ തന്നെ നാളെ ഒരുപക്ഷെ ഇതിൻ്റെ ചിത്രം 1 കോടിക്ക് താഴെ വരാനുള്ള സാധ്യത കാണുന്നത്. അതുകൊണ്ട് ഞാനിന്ന് പറയുന്നത്, ചില സമയത്ത് 1000 ടിക്കറ്റൊക്കെ, മണിക്കൂറിന് 1000 ടിക്കറ്റ് മാത്രമേ വിറ്റ് പോകുന്നുള്ളൂ എന്നുള്ളതാണ്. എമ്പുരാനും ആ റേഞ്ച് തന്നെയാണ്. 1050 ടിക്കറ്റ് വിറ്റ് പോകുന്ന എമ്പുരാനും ബഫൂക്കയും 2-3 ദിവസം മുമ്പ് റിലീസ് ചെയ്ത ബഫൂക്കയും തമ്മിൽ യാതൊരു പ്രശ്നം എന്തൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറി. അപ്പം നാളെ ഒരു പക്ഷേ വർക്കിംഗ് ഡേ ആകുമ്പോഴത്തേനും ബഫൂക്കയുടെ കോടി എന്നുള്ളത് കുറഞ്ഞ് ചിലപ്പം ലക്ഷത്തിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായാലും വൻ വിജയം നേരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇപ്പം ബഫൂക്കയെ പറ്റി പറയാനുള്ള സമയമല്ല, അതിനുവേണ്ടി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് പല തിയേറ്ററുകളിലും എമ്പുരാൻ വീണ്ടും പ്രദർശിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതിനൊരു കാരണമെന്ന് പറഞ്ഞാൽ, ബഫൂക്ക പോലുള്ള ഒരു സൂപ്പർ അഭിനയിക്കുന്ന മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ചിത്രം വേണ്ടത്ര പ്രേക്ഷകർക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അത് പല തിയേറ്ററുകളിലും മാറി എമ്പുരാൻ അവിടെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കേൾക്കുമ്പം ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും, ഇവന് മോഹൻലാൽ പ്രേമിയാണ്, ഇവൻ അതിൻ്റെ അപ്പുറവും പറയും എന്നൊക്കെ പറയും. പക്ഷേ പ്രമുഖ മാധ്യമമായ റിപ്പോർട്ടർ TV ഈ ബഫൂക്കയും ഈ ചിത്രങ്ങളെല്ലാം എൻ്റെ ഇടയിൽ എമ്പുരാൻ പിടിച്ചു നിൽക്കുന്നു എന്നുള്ള വാർത്ത നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മൾ പറയുന്നത്. എമ്പുരാൻ്റെ തിയേറ്ററിൻ്റെ എണ്ണം കൂടി, ഷോകളുടെ എണ്ണം കൂടി, കളക്ഷൻ കൂടി വരുന്നു. അത് വേറെ ഒരു തരത്തിൽ ഈ ചിത്രങ്ങളുടെയൊക്കെ നെഗറ്റീവ് എന്ന് പറയുന്നത് എമ്പുരാന് പോസിറ്റീവായി മാറുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കളക്ഷനിലും വർധനവ്. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ 50 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷനാണ്. ഇന്നും മികച്ച ബുക്കിംഗ് കാണുന്നുണ്ട്. ഏകദേശം 14,540 ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ട്. അതെന്ന് തോന്നുന്നു ഈ പുതിയ ചിത്രങ്ങളൊക്കെ വിറ്റ് പോകുന്ന 20,000 ഒക്കെ ടിക്കറ്റുകളാണ് വിറ്റ് പോകുന്നത്.
ആലപ്പി ജിംഖാന മാത്രമേ ഉള്ളൂ 1 ലക്ഷത്തിന് മുകളിൽ. ബാക്കിയെല്ലാം തന്നെ 50,000-ന് താഴെ ടിക്കറ്റാണ് വിറ്റ് പോകുന്നത്. അതിനിടയിലാണ് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം 14,540 ടിക്കറ്റ് വിറ്റ് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നു എന്ന് പറയുന്നത്. പ്രമുഖ കേന്ദ്രങ്ങളിലെല്ലാം 1, 2, 3 ഷോകൾ എമ്പുരാന് വേണ്ടി ഉണ്ട്. അവിടെ എല്ലാം സാമാന്യ തിരക്കം കാണിക്കുന്നുണ്ട്. അപ്പം പുതിയ കളക്ഷൻ അനുസരിച്ച് എമ്പുരാൻ നേടിയിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് 263 കോടി 70 ലക്ഷം രൂപയാണ്. ഇന്നത്തെയും ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. 263 കോടി 70 ലക്ഷം 17 ദിവസം വരെയുള്ള കളക്ഷനാണ് പറഞ്ഞത്. അതൊരു പക്ഷേ 265-65ലേക്ക് മാറിക്കാണാം 2 ദിവസത്തെ കളക്ഷൻ കൊണ്ട്. അപ്പം 263 കോടി 70 ലക്ഷം രൂപയാണ് എമ്പുരാൻ 17 ദിവസം വരെ കളക്ട് ചെയ്തിരിക്കുന്നത്. അത് മലയാള സിനിമയുടെ ചരിത്രം തന്നെ 240 കഴിഞ്ഞപ്പം തന്നെ ചരിത്രം മാറി എഴുതി. ഇനി അതിന് ശേഷം കോടികൾ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 121 കോടി 70 ലക്ഷം രൂപയാണ്. 121 കോടി 70 ലക്ഷം. ഓവർസീസിൽ നിന്ന് കിട്ടിയത് 142 കോടിയാണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 263 കോടി 70 ലക്ഷം എന്നുള്ള ഫിഗർ കിട്ടുന്നത്. ഇത് ഇന്ത്യൻ നെറ്റ് കാണിക്കുന്നത് 104 കോടി 14 ലക്ഷം. അപ്പോൾ അതാണ് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കളക്ഷൻ. അതുപോലെ തന്നെ മലയാളം, നമ്മുടെ കേരളത്തിൽ നിന്ന് എമ്പുരാൻ 85 കോടിക്ക് അടുത്ത് എത്തുന്നു എന്നുള്ള. 85 കോടി എന്ന് പറഞ്ഞൊരു പ്രധാനമുണ്ട്. കാരണം 80 കടന്ന 3 മലയാള ചിത്രങ്ങൾ, അതിൽ 2 ലാലേട്ടൻ്റെ ആണ്. അതിലൊന്ന് പുലിമുരുകൻ 85 കോടിയാണ്. അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ എമ്പുരാൻ മറികടക്കും എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ 89 കോടി 20 ലക്ഷമുള്ള 2018 എന്ന ഒരു മലയാള ചിത്രം, അതാണ് ഏറ്റവും വലിയ മലയാളത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടിയ കളക്ഷൻ നേടിയ ചിത്രം. അതും ഏതാനും ദിവസത്തിനുള്ളിൽ എമ്പുരാൻ മറികടക്കും എന്ന് തന്നെ നമ്മൾ വിചാരിച്ചു. ഇനി മേജർ ഒരു റിലീഫ് എന്ന് പറയുന്നത് 25-ാം തീയതിയുള്ള ലാലേട്ടൻ്റെ മറ്റൊരു ചിത്രമായ തുടരുമെന്ന ചിത്രം. അതുവരെ എമ്പുരാൻ ഇങ്ങനെ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇതിനിടയിൽ പല രാജ്യങ്ങളിലും എമ്പുരാൻ വീണ്ടും പ്രദർശിപ്പിക്കുന്നു. റിലീഫ് ചെയ്യാത്ത പല രാജ്യങ്ങളിലും പ്രദർശിപ്പിക്കുന്നു. മലേഷ്യയിൽ 45 തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നു എന്ന് വാർത്ത വരും. അതിൽ ഏകദേശം 25 പതിപ്പും തമിഴാണ്. മലേഷ്യ തമിഴ് ചിത്രങ്ങൾക്കെല്ലാം വലിയ മാർക്കറ്റാണ്. അതുകൊണ്ടാണ് 25 പതിപ്പ് എനിക്ക് തോന്നുന്നു തമിഴ് പ്രദർശിപ്പിക്കുന്നത്. 10 പതിപ്പ് 10-15 പതിപ്പോളും അത് മലയാളം പതിപ്പുമാണ്. അങ്ങനെ മലേഷ്യയിലും 2 ദിവസം മുമ്പ് ഈ ചിത്രം വിതരണത്തിനെടുത്തിട്ടുണ്ട്, പ്രദർശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. സാമാന്യം തെറ്റില്ലാത്ത കളക്ഷൻ തന്നെയാണ് അവിടെ നിന്ന് വരുന്നത്. അതിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, അതാണ് ഞാൻ പറയാത്തത്. അതുപോലെ തന്നെ പുതിയൊരു വാർത്ത വരുന്നത് എമ്പുരാൻ്റെ മലയാളം പതിപ്പ് 94 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. 94 കോടിക്ക് മുകളിൽ. എനിക്ക് തോന്നുന്നു അത് 50-70 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമ്പം തന്നെ എല്ലാ റെക്കോർഡുകളും തകർന്നിരിക്കുക. ഇപ്പോൾ എമ്പുരാൻ പുതിയ റെക്കോർഡാണ് ഇടുന്നത്. 94 കോടിക്ക് മുകളിൽ മലയാള പതിപ്പിൽ നിന്ന് മാത്രം, ലോകത്തെമ്പാടുമുള്ള മലയാളം പതിപ്പിൽ നിന്ന് മാത്രം എമ്പുരാൻ കളക്ട് ചെയ്തു എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. ഇനി 6 കോടി രൂപയും കൂടെ ആയിക്കഴിഞ്ഞാൽ 100 കോടി എന്നുള്ള സ്വപ്നതുല്യമായ നേട്ടത്തിലേക്ക് എമ്പുരാൻ എത്തുന്നു. ഒരു മലയാള പതിപ്പിൽ നിന്ന് ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയ തുകയായ 100 കോടി. ഏറ്റവും വലിയ തുക എമ്പുരാൻ മറികടന്നു. എന്നാലും 100 കോടി എന്നുള്ള സ്വപ്ന തുല്യമായ നേട്ടത്തിലേക്ക് എമ്പുരാൻ എത്തുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അത് താമസിക്കാതെ തന്നെ നടക്കും എന്നാണ് ട്രാക്കർമാർ പറയുന്നത്. നമുക്ക് ഇത് തന്നെയാണ് അഭിപ്രായം. അതുപോലെ തന്നെ മലയാളത്തിലെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്നുള്ള ഖാദിയും എനിക്ക് തോന്നുന്നു ഇതും ഏകദേശം അടുപ്പിച്ചാണ്. രണ്ടും ഒരേപോലെ ഉണ്ടാകാനാണ് സാധ്യത. 4.5 കോടി ഉണ്ടെങ്കിൽ 2018 എന്ന് പറയുന്ന ചിത്രം മറികടക്കും. അതുപോലെ തന്നെ
6 കോടിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു മലയാള പതിപ്പിൽ നിന്ന് ഏറ്റവും കൂടിയ കളക്ഷൻ നേടിയ 100 കോടി എന്ന സ്വപ്നതുല്യമായ നേട്ടത്തിലെത്തുന്ന എമ്പുരാനുമായി മാറും. അങ്ങനെ റെക്കോർഡുകളുടെ പെരുമഴ തീർത്ത എമ്പുരാൻ ഇങ്ങനെ മുന്നേറുമ്പോൾ നമുക്ക് ഇതിൽ പരം എന്തുണ്ട് ആഘോഷമില്ലേ? അപ്പം ഇതിൻ്റെ ഇടയിലും ചിലർ വന്ന് പറയുന്നു, എനിക്കും കമൻറ്റ് വരും, എമ്പുരാൻ പൊട്ടിപ്പോയി. ഞാൻ ആലോചിക്കും, എന്താ ഇതിന് ഞാൻ മറുപടി പറയട്ടെ, ഏത് അർത്ഥത്തിൽ പൊട്ടിയെന്നാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഇവർ പലപ്പോഴും എമ്പുരാൻ 150 കോടിക്ക് മുകളിലുള്ള ബഡ്ജറ്റാണെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നില്ല അത്രയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 150 പറഞ്ഞപ്പം തന്നെ പൃഥ്വിരാജ് പറഞ്ഞ് അത്രയൊന്നും വന്നിട്ടില്ല എന്ന്. അപ്പം എല്ലാം കഴിഞ്ഞാൽ എങ്ങനായാലും OTT അവകാശമുണ്ട്, സാറ്റലൈറ്റ് അവകാശമുണ്ട്. ഇതൊക്കെ വിറ്റ് പോയാൽ തന്നെ എമ്പുരാൻ തിയേറ്റർ ഇറങ്ങുന്നതിന് മുമ്പ് 100 കോടിക്ക് മുകളിൽ നേടിയ ഒരു ചിത്രം. അപ്പം തിയേറ്റർ ഇറങ്ങി വൻ വിജയം 260 കോടിക്ക് മുകളിലൊക്കെ നേടിയ ഒരു ചിത്രം പരാജയമാണെന്ന് പറയാൻ ഇത് ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എത്ര വിളിച്ചാലും അവർ ഉണരത്തില്ല. അവരോട് ഈ മറുപടി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ പറയാം, ഇങ്ങനെ കടന്ന് കേഴാം, യാതൊരു പ്രയോജനമില്ല. എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള വാർത്തകൾ എനിക്ക് തോന്നുന്നു വിഷു കഴിഞ്ഞതിന് ശേഷം പുതിയ ചിത്രങ്ങളിലേക്ക് ഗ്ലാമർ അല്പം മങ്ങിക്കൊടുക്കുന്നതിന് അവിടേക്ക് ഇടിച്ചു കയറുന്നത് എമ്പുരാൻ തന്നെയാകാം. എമ്പുരാൻ വിശേഷങ്ങൾക്ക് വേണ്ടി വീണ്ടും നമ്മൾ കാത്തിരിപ്പ് തുടങ്ങിയിരിക്കുന്നു. അപ്പം പുതിയ വിശേഷങ്ങളും സിനിമാ വാർത്തകളുമായിട്ട് വീണ്ടും ഞാനെത്തും. ഓക്കെ, ബൈ.